പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥയിൽ സ്നേഹവന്ദനം. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം. കർത്താവേ, ഈ ഒരു പ്രാർത്ഥനാ സംവിധാനം തന്നതിന് നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ മക്കൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങ് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ ഇടങ്ങളെയും നീ ആശീർവദിക്കണമേ. കർത്താവെ, തിന്മയുടെ ശക്തികൾ ഞങ്ങളെ വശമതാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ന് അങ്ങയുടെ മക്കളുടെ മനസ്സിലെ ഉദ്യമങ്ങളെ, ലക്ഷ്യങ്ങളെ, ചിന്തകളെ, പദ്ധതികളെ എല്ലാം പ്രഭാതത്തിൽ അങ്ങയുടെ പൊൻകൈകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ എല്ലാം വിവേചിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമായത് നന്മയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടക്കമ്പോളങ്ങൾ നടത്തുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കടങ്ങൾ പരിഹരിക്കാനും അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം ഒത്തുവരാത്തൊരു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരെ ആരൊക്കെയാണ് പോകുന്ന കർത്താവ് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ചിന്തകൾ, തമ്മിലുള്ള സംസാരങ്ങൾ, കരാറുകൾ എല്ലാം കർത്താവെ, അവിടെ ചുറ്റുവട്ടമുണ്ടാകുന്ന ചർച്ചവട്ടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ കടന്നു പോകുന്ന വഴികളെ, സ്ഥാപനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കോടതികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വക്കീൽമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വക്കീൽമാരോട് ഇടപെടുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് ആവശ്യിക്കട്ടെ. മക്കൾ, സ്കൂള്, വിദ്യാഭ്യാസം, ജോലി, താമസം, പഠനം, പരീക്ഷ, എങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രായമുള്ള മക്കളെ, പ്രായമുള്ള മാതാപിതാക്കന്മാരെ, അവരുടെ ജീവിതാവസ്ഥകൾ കർത്താവെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അർഹിക്കാത്ത തിന്മകൾ ജീവിതത്തിൽ അനുഭവിച്ച് സങ്കടപ്പെടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, എല്ലാ തരത്തിലും പള്ളിയിൽ നിന്ന് അകന്നു പോയവർ, ദേവാലയത്തിൽ നിന്ന് അകന്നു പോയവർ, കർത്താവെ, കുടുംബജീവിതത്തിൽ ആധ്യാത്മികതയിൽ നിന്ന് അകന്നു പോയവർ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിൽ പോയിരിക്കുന്നവർ, അവരനുഭവിക്കുന്ന മറ്റ് പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, അവരുടെ മക്കളെക്കുറിച്ചുള്ള ആധികൾ, വ്യാധികൾ, അസ്വാസ്ഥ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാതാപിതാക്കന്മാരെ അല്പം പോലും മാനിക്കാത്ത രീതിയിൽ പെരുമാറുന്ന മക്കൾ, എന്തിനു വേണ്ടി ഇവരെ ജനിപ്പിച്ചു, എന്തിനു വേണ്ടി വളർത്തിയെന്ന് ഒരു പിടിയുമില്ലാത്ത രീതിയിൽ തലചുറ്റുന്ന പോലെ തോന്നുന്ന മാതാപിതാക്കന്മാരുടെ ഈശോയെ, എല്ലാവരുടെയും സാന്ത്വനത്തിനും കർത്താവ് എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയുള്ളവർക്ക് കർത്താവ് ആവശ്യമായ ശമ്പളം കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബാധ്യതകളും സാമ്പത്തിക നടപടികളിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭവനവും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടക താമസിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പോലും പണമില്ലാതെ ഒറ്റയ്ക്കും പാട്ടത്തിന് വേണ്ടി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുലച്ചു പോയവരുണ്ട്. കർത്താവ്, ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിട്ട് പിന്നീട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള സാമ്പത്തികമില്ല, അതിനുള്ള പരിവമില്ല, അതിനെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ നിൽക്കുന്നവർ കർത്താവെ, നിരാശപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന ഇടം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന വഴി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഉദ്യമങ്ങൾ, ചിന്തകൾ, പദ്ധതികളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായി മാറ്റി സ്നേഹിപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ മക്കളെ, നമ്മൾ തിരിച്ചു വരികയാണ്. അതായത് ജനുവരി 9 വ്യാഴാഴ്ച നമ്മളിന്ന് വായിക്കുന്ന വചനം, ചില വചനങ്ങൾക്കുണ്ടല്ലോ, അതായത് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വചനം തുറന്നു നോക്കണം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വചനങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം തുറക്കാൻ. പക്ഷേ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് നമുക്കറിയാമല്ലോ, സുവിശേഷം കൊടുക്കാൻ നേരത്തും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ തുടങ്ങിയപ്പോഴും അതിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ്റെ പ്രബോധനം തുടങ്ങിയപ്പോഴും രണ്ടുപേരും അനുതാപത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തുകേന്ദ്രിതമായ എല്ലാ ആത്മീയ നടപടിക്രമങ്ങളും തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് മനസ്താപരണത്തോടെയാണെന്ന് തോന്നുന്നത്. മനസ്താപരണം ചൊല്ലിയിട്ട് വേണം പിന്നെ അടുത്ത് എന്ത് ചെയ്യണം, വിശ്വാസ പ്രമാണം ചെല്ലണം.
ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വന്ന ഉടനെ വചനം എടുക്കണം. വചനം എടുക്കണ മുമ്പ് എന്ത് ചെയ്യണം? മനസ്താപകരണം ചെല്ലണം. ആ മനസ്താപകരണം ഒരു DTP ചെയ്തിട്ട് നിങ്ങളുടെ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം. നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് കാണുന്ന നിങ്ങളുടെ പഠന മുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും വലിയ സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തവനാണ്. ചിലപ്പോൾ പാപമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ഉണ്ടായില്ലെങ്കിൽ നമുക്കറിയത്തില്ല. നമ്മുടെ ചിന്തകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ഏതെല്ലാം മേഖലയിൽ പോകണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ മുൻകൂർ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ മനസ്താപകരണം ചൊല്ലിക്കഴിഞ്ഞാണല്ലോ നമ്മളൊരു സെറ്റായി ശരിക്കും. പിന്നെ അങ്ങോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞവർക്ക് ചെല്ലാൻ. അതെല്ലാം നമുക്ക് ഭയങ്കര വരദാനങ്ങളുടെ പ്രാർത്ഥനകളാണ്. പക്ഷേ വരദാനങ്ങളുടെ പ്രാർത്ഥന അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ? പക്ഷെ ഇതിനെല്ലാത്തിനേക്കാളും വലുതാണ് ഇതെല്ലാം ചെയ്തിട്ട് വചനം എടുത്ത് നോക്കണം. എല്ലാ ദിവസവും വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അതിന്. എന്താണെന്നറിയാവോ? വചനം വചനം വിശ്വസിക്കുന്നു, പാലിക്കുന്നുവെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. പല അണ്ണന്മാരും തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കണ പോലെ കാക്കാലിനെ പോലെ വചനം എടുത്ത് വചനപ്പെട്ടിന്നൊക്കെ എടുത്ത് നോക്കാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കി ഇടിച്ചിട്ടാണ് വെക്കും. അതായത് അങ്ങനെയുള്ളവർ എടുക്കാൻ പോരുത്, ദൈവത്തെ പരീക്ഷിക്കാൻ പോകരുത്. മറിച്ച് സമ്പൂർണ്ണ ബൈബിളാണ് എടുക്കേണ്ടത്. എടുത്തിട്ട് സമ്പൂർണ്ണ ബൈബിൾ വരുത്തിയിട്ട് വായിക്കണം. വായിക്കുമ്പോൾ വായിക്കുന്ന വചനം വിശ്വസിക്കണം. ഈ മാതാവിൻ്റെ ഏറ്റവും വലിയ വിജയം എന്താ നിങ്ങൾക്കറിയാവോ? അമ്മയോട് എന്തുകൊണ്ടാണ് ഈ വചനം പിന്നെയും കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മ പറഞ്ഞതാണ്. ലൂക്ക 1:45 വായിച്ചേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ കേട്ടാ? എന്താണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചു. അപ്പം നമ്മളിങ്ങനെ വചനമൊക്കെ പെട്ടിയൊക്കെ എടുക്കും, പക്ഷെ നമ്മളത് ചിലപ്പോൾ ഒക്കുമായിരിക്കും, ചിലപ്പോൾ ഒക്കത്തില്ല എന്ന്. അങ്ങനെയല്ല, ഫുൾ ആൻഡ് ഫുൾ അത് വിശ്വസിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വചനം എടുക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം വിശ്വസിക്കാനും നടപ്പിൽ വരുത്താനും എന്നെ സഹായിക്കണമേ എന്ന് ദൈവമായിട്ടുള്ളൊരു അമീക്കബിൾ ഇൻ്റർപേഴ്സണൽ റിലേഷനാണ്. ഒരു വ്യക്തിപരമായ ബന്ധമല്ലേ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെയല്ല. എന്താ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? പെട്ടെന്ന് നമ്മൾ വചനം പാലിക്കുമെന്നും മറിയത്തെപ്പോലെ ദൈവത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ കാനഡയിലേക്ക് പോകുമ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് വിസ കിട്ടി. പക്ഷേ എൻ്റെ കൂടെ വരേണ്ട വിജയകുമാറിന് വിസ കിട്ടിയില്ല. അപ്പോൾ പോകേണ്ട അവസാന ആഴ്ച വന്നു. അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റയ്ക്ക് പോയി അവിടെ പരിചയമില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ വിജയകുമാർ എൻ്റെ ഒരു റൈറ്റ് പാർട്ട്ണർ ആയതുകൊണ്ട് അദ്ദേഹം വരണമെന്ന് ആ മെസ്സേജിലുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് വിസ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണ്ടേ? അത് ഡ്രോപ്പാക്കി കളയാം എന്ന് ഞാനിങ്ങനെ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ? കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പോകണ്ടേ? പോയാൽ ശരിയാകുമോ ഇല്ലേ? എന്ത് ചെയ്യും? ഈ വിസ കിട്ടുമോ ഇല്ലേ? അദ്ദേഹം വരുമോ? കൂടെ പോവുമോ? അതായത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ ശരിയാകുമോ എന്നിങ്ങനെയൊക്കെ എല്ലാം കൺഫ്യൂഷൻ അടിച്ചു പോയി. അപ്പോൾ എൻ്റെ ഒരു പണ്ട് മുതൽ 1977 ഞാൻ ആദ്യമായിട്ട് വചനം തുറന്ന് ബൈബിള് മെസ്സേജ് ചോദിക്കണത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മെസ്സേജിലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനും ജീവിക്കണതും എൻ്റെ അടുത്ത് വരുന്നവർക്കും ഞാൻ മെസ്സേജ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ തെറ്റിപ്പോകാതിരിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയണത്, മെസ്സേജ് തെറ്റായിരിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ പരീക്ഷിക്കാൻ തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് തോന്നരുത്. പിന്നെ പകുതി വിശ്വസിക്കും പകുതി വിശ്വസിക്കത്തില്ലെന്ന് തോന്നരുത്. അതുകൊണ്ട് അത് ഫുൾ ആൻഡ് ഫുൾ വിശ്വസിക്കുന്ന മാതാവിനെ പോലെ ദൈവം തോന്നിയാൽ കൃത്യമായിട്ട് വചനത്തിലൂടെ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞ് സാരമില്ല, കൺഫ്യൂഷൻ ഇപ്പോൾ തീരും. അപ്പോൾ എൻ്റെ കൂടെ ജോമോളുണ്ട്, അവരാണല്ലേ മീഡിയയുടെ സെക്രട്ടറിയും. അതുപോലെ തന്നെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഡയറക്ടറായിട്ടുള്ള കിൻഡനച്ചനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പം അമ്മ നിങ്ങളോട് മാതാവ് പരിശുദ്ധാത്മാവ് ഒക്കെ നമ്മളോട് സംസാരിക്കും. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നമ്പർ പറ, ജോമോളൊരു നമ്പർ പറ, കിൻഡനച്ചൻ ഒരു നമ്പർ പറ. എന്നിട്ട് ഞാനൊരു സുവിശേഷം അങ്ങനെ എടുത്തത്. അപ്പോൾ ഇവർ പറഞ്ഞ നമ്പർ, ഒരാൾ പറഞ്ഞത് 2 ഒരാൾ പറഞ്ഞത് 4. ഞാൻ തുറന്നപ്പോൾ കിട്ടിയത് ലൂക്കായുടെ സുവിശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 4 ഈശോ സംസാരിക്കണത്, നിങ്ങൾ എടുത്ത് നോക്കാൻ പറഞ്ഞു. ആ വചനം ഒന്ന് വായിക്കാം, ഒന്ന് കേട്ട് വായിച്ചേ. ലൂക്കാ സുവിശേഷം 2 4.
ജോസഫ് ജോസഫിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി. അപ്പൊ ഇത് അന്ന് നടന്നൊരു സംഭവമാണ്. ഇത് നമ്മുടെ കോണ്ടസ്റ്റിൽ ഞാൻ ഉടനെ പറഞ്ഞ് ഞാൻ പോകും, ഒറ്റക്കാണെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അമ്മ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അമ്മ അമ്മ കൃപാസന മാതാവാണ്, ഗർഭിണിയായ മാതാവാണ് കൃപാസന മാതാവ് എന്ന് പറയണത്. ഈശോയുടെ ഉള്ളിൽ അത് വാഗ്ദാന പേടകം എന്ന് പറയും. വാഗ്ദാന പേടകം ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചിട്ടുള്ള അമ്മയാണ് വാഗ്ദാന പേടകം. അപ്പോൾ ഈ വാഗ്ദാന പേടകമായ അമ്മയാണ് ഉടമ്പടി മാതാവ്. അപ്പോൾ എന്നോട് എന്താ പറയണത്? ജോസഫേ നിൻ്റെ കൂടെ ഉടമ്പടി മാതാവ് കൂടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ എന്നെ പേടിക്കേണ്ടത്? ഏത് വിമാനത്താവളത്തിലും ഏത് കമ്പ്യൂട്ടറിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയകുമാറിന് വിസ കിട്ടുമെന്നു. അതാണ് എൻ്റെ ഇൻഫറൻസ്. അല്ല ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ല. എനിക്ക് പോകാൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സനുസരിച്ച് വിജയകുമാരൻ കൂടെ വരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ആണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്, വളർത്തിയിരുന്ന അദ്ദേഹം നല്ല ധ്യാനഗുരുവായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ സുവിശേഷ വേലകളിൽ ഈ റൈറ്റ് പാർട്ട്ണറായിട്ടുള്ളത് വിജയകുമാറും ജോമോളും ഒക്കെയാണ്. ഞാനാണ് ഈ ശുശ്രൂഷയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത മരിയൻ ആധ്യാത്മികതയുടെ ഉടമ്പടി വേർഷനല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോകുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് അടുത്ത വചനങ്ങളിലേക്ക് അവർക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയും. അതത് ശുശ്രൂഷയുടെ ഒരു പങ്കാളിത്തമാണ്. നോക്കിയേ, ഈ വചനത്തിൻ്റെ പോക്ക് കണ്ടില്ലേ കൃത്യമായിട്ട്. പക്ഷേ ഞങ്ങൾ പോകുന്ന ദിവസം 9 മണിക്കാണ് വിസ റെഡിയായത്. അത്രയും നേരം ടെൻഷനാണ്. അത്രയും നേരം ടെൻഷനല്ല, അത്രയും നേരം പ്രാർത്ഥന. ടെൻഷൻ്റെ ടൈമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഇടമെന്നാണ് അർത്ഥം. അല്ലാതെ ടെൻഷൻ അടിച്ച് ദൈവം നമ്മളൊന്നും കൊല്ലത്തില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ, ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് എന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ടെൻഷനിലൂടെ പറഞ്ഞു. പക്ഷേ അതൊക്കെ വിവേചനപരം വേണം അറിയാൻ. അല്ലാതെ കിടന്ന് കൈ കാലിട്ട് അടിക്കുകയല്ലേ വേണ്ടത്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ത്രില്ലടിക്കണ അടിപൊളി ജീവിതമാണ്. നിങ്ങൾക്കും അതുപോലുള്ള അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വചനം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സങ്കീർത്തനം 94:19. എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ 94:19 എന്താ പറയുക? എന്റെ ഹൃദയത്തിന്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷഭരിതനാക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട വചനമാണ് ഐസയ 50:4 പറയണത്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. ഐസയ 50:4 എന്താണ്? പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ വാക്ക് നമ്മളെ അഭ്യസിപ്പിക്കുകയാണ് ദൈവം. എങ്ങനെ? ശിഷ്യനെ എന്ന പോലെയാണ് അഭ്യസിപ്പിക്കണേ. അപ്പം അത് മറന്നു പോകരുത്. അപ്പം നിന്നെ ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ടെൻഷൻ ഉണ്ടാകേണ്ടത്. ഓക്കെ, ദിവ്യകാരുണ്യത്തിന് ഹൃദയത്തിൽ കൊണ്ടുവര. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കാം. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് 3 മണി വരെയാണ് നമ്മുടെ ആരാധനാ സമയം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് വചനം കേൾക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കുകയായിരുന്നു. നേരത്തെ അറിയിപ്പിൽ പറഞ്ഞ പോലെ 9 സാക്ഷി ദിവസമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും ലീവ് കിട്ടാത്തവർക്കും വേണ്ടിയാണ് സെക്കൻഡ് സാറ്റർഡേയിലും ഇപ്പോഴാരാധന, ദിവ്യകാരുണ്യ ആരാധന ഉടമ്പടി ധ്യാന ദിവസമാക്കി മാറ്റിയിരിക്കുന്നത്. അങ്ങനെ 9 ദിവസങ്ങൾ നമുക്ക് സാക്ഷ്യങ്ങൾ കിട്ടും. ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സത്യം, അവരെന്ത് ഒരു സ്റ്റോറി പോലെ അവരുടെ ദൈവാനുഭവങ്ങൾ പറയണത്. സാധാരണ സാക്ഷ്യങ്ങളെ പോലെയല്ല. നമുക്കറിയാം, ആൾക്കാരെ കയറി നിൽക്കുമ്പോൾ ഇവർ ഭയങ്കര അധികം സംസാരിക്കാത്ത സഭാകമ്പം ഉള്ളവരാണെങ്കിൽ പോലും സാക്ഷ്യ സമയത്ത് ഇവർക്ക് എന്നാ ഒരു പ്രത്യേക അഭിഷേകമാണ്. ഇവരുടെ ഭാഷകൾ ചേഞ്ച് ആവുന്നു, അതുപോലെ തന്നെ ഇവരുടെ ആക്സെൻറ്റ്, എക്സ്പ്രഷൻസ്, അത് അവതരിപ്പിക്കുന്ന രീതികളെല്ലാം ഇങ്ങനെ ദൈവം ഏറ്റെടുക്കണ പോലെയാണ്. അവർക്ക് തന്നെ അറിയാം ശരിക്കും എങ്ങനെ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് തന്നെ ഓർക്കും. അത്രയും ചിട്ടയായിട്ടാണ് എന്താണ് നമ്മളെ ഹൃദയത്തിലേക്ക് എറിഞ്ഞ് കൊള്ളേണ്ടതെന്ന് വളരെ ഉന്നം പിടിച്ച് പരിശുദ്ധാത്മാവ് ഇവരുടെ കൂടെ നിന്ന് പറയണ പോലെയാണ് സാക്ഷ്യങ്ങളുടെ പോക്ക്. അപ്പോൾ സാക്ഷ്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളെല്ലാം എന്താണ്? സ്ഥിരീകരണമാണ്, അല്ലേ? സാക്ഷ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ഥിരീകരണമാണ്. ദൈവമായ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും സാക്ഷ്യങ്ങൾ കൊണ്ടവരെ, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടവരെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് വചനം. മർക്കോസിൻ്റെ സുവിശേഷം 16:20. മർക്കോസ് 16:20. അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചുവെന്ന്. എന്തിൻ്റെ സ്ഥിരീകരണമാണ് നടക്കുന്നത്? ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ് അടയാളങ്ങൾ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്ത മക്കൾക്ക് നിങ്ങൾക്ക് അപ്പോഴെന്നാ വരേണ്ടത്? വിശ്വാസം വേണം, പ്രത്യാശയും വേണം. എന്താണ്? ഈ സാക്ഷ്യം പറയുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ കർത്താവ് എനിക്കും അടയാളം തരും. എന്താ കാരണം? ഇനി ഇപ്പം നീ ക്ഷീണമായി കിടന്ന്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു, നിൻ്റെ 2-3 ദിവസത്തെ പ്രാർത്ഥന മുടങ്ങിപ്പോയി, അവിചാരിതമായി മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാൽ നമ്മുടെ ചില സമയത്ത് നമുക്ക് ഉടമ്പടി മുടങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾ മനസ്സ് ഡൗൺ ആകേണ്ട കാര്യമില്ല. എന്താ? അത് മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളല്ലേ? എന്താ? അപ്പോൾ നമ്മൾ അവിശ്വസ്തമായിരുന്നാലും ഉടമ്പടിയുടെ എഗ്രിമെൻ്റ് എന്താണ്? ദൈവം വിശ്വസ്തനായിരിക്കും. അതാണ് കഴിഞ്ഞ ആഴ്ചയിലേക്ക് കിട്ടിയത് വചനം. എന്താണ്? 2 തിമോത്തി 2:13. നിങ്ങൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായി. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങൾ ആ സമയം തെറ്റിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും മക്കളെ മനഃപൂർവ്വമാകാതിരുന്നാൽ മതി. കാരണങ്ങൾ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും വേണ്ട. അപ്പം നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം, അല്ലാതെ നിങ്ങളൊരു പ്രാർത്ഥന മുടങ്ങിപ്പോയത് കൊണ്ടാണ് എൻ്റെ അനുഗ്രഹം താമസിക്കണമെന്ന് ചിന്തിക്കണത് ദൈവവചനത്തിന് അനുകൂലമല്ല. കാര്യം എന്താ? 2 തിമോത്തി 2:13 എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തനായിരുന്നാലും, പറഞ്ഞേ, അവൻ വിശ്വസ്തനായി തുടരും. എന്തുകൊണ്ടാണ് അവൻ വിശ്വസ്തനായി തുടരണത് ഉടമ്പടിക്ക്? കാരണം തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയത്തില്ലെന്ന്. കാര്യം എന്താണ്? ദൈവ സ്വഭാവത്തിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം ഈ ഉടമ്പടി വരുന്നൊരു ഗുണം, ഇപ്പോൾ ഇതൊരു മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളല്ല. ഇപ്പം നോക്കിയേ, ഈശോ തന്നെ വന്നു, അല്ലേ? അപ്പോഴും ഉടമ്പടി എന്നുള്ള പദ്ധതി ഈശോ മാറ്റണില്ല. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം കൂടി ഈശോ കൂട്ടിച്ചേർത്ത്, എന്താണ്? പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പരിഹാരത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ മരണത്തെ, പാപത്തിന് പരിഹാരമായുള്ള മരണത്തെ പ്രഖ്യാപിക്കുകയും, പാപത്തിന് പരിഹാരമായി അവൻ അനുസരണപ്പെട്ട് മരിച്ച് പരിഹാരം ചെയ്തപ്പോൾ ദൈവം അവനെ അത്യധികം ഉയർത്തിയ ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കും പങ്കാളിത്തം ലഭിക്കും. അങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്.
കർത്താവിൻ്റെ കാലം വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം കൂടി ദൈവം കൂട്ടിച്ചേർത്ത്. എന്താ കൂട്ടിച്ചേർത്തത്? എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കും. കൈ അടിച്ച് കർത്താവ് ദൈവമേ, അങ്ങയുടെ അഭിഷേക വചനത്തെ, അങ്ങ് നൽകിയ വാഗ്ദാനത്തെ കർത്താവേ നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ, നമ്മുടെ നൽകുന്ന ആത്മീയ ശക്തീകരണത്തെ നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ, കരങ്ങൾ വീശാം. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. അപ്പൊ പുരാതനമായ വാഗ്ദാനങ്ങളുടെ കൂടെ കർത്താവ് ഓരോ ഓഫറിങ്സ് കൂടി കൂട്ടിച്ചേർത്ത്. എന്താണത്? എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞ് മരിച്ചാലും ജീവിക്കാം. അപ്പം 11:25 യോഹന്നാന്റെ സുവിശേഷം 11:25. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിട്ട് ഈശോ ചോദിച്ച്, നീ ഇത് വിശ്വസിക്കുന്നുവോ? ആരോടാ ചോദിച്ചത്? മാർത്തായോട് അല്ലേ? നീ ഇത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ എന്താണ് മനുഷ്യരാശിക്ക് വേണ്ടി മാർത്ത ദൈവത്തോട് സംസാരിച്ചത്? യെസ് മൈ ലോർഡ് എന്നാണ് പറഞ്ഞത്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കണത്? അങ്ങ് പറഞ്ഞേ, ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിക്കുന്നവൻ എന്താണ് വിശ്വസിക്കേണ്ടത്? മിശിഹയാണെന്ന് വിശ്വസിക്കണം. മിശിഹയാണെന്ന് വിശ്വസിക്കുമ്പോഴേ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പോൾ ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? എനിക്ക് പ്രയാസമുണ്ടായപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു വചനം വന്ന് എന്താണ് പറഞ്ഞത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്കൊരു ഡൈക്കോട്ടമി വന്നപ്പോൾ, ഒരു കൺഫ്യൂഷൻ അല്ലേ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നു. അതാണ് സാക്ഷ്യം പറഞ്ഞത്. ആ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതാ സാക്ഷ്യപ്പെടുന്ന അവർക്ക് പോലും അറിയത്തില്ല അവരെന്നാ പറയണമെന്ന്. പരിശുദ്ധാത്മാ അവരിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഒരു ഡൈക്കോട്ടമി, ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ, ഒരു സംശയം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു വചനം വന്നു. എന്താണ് വചനം വന്നത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനം നമ്മൾ ഉടമ്പടി പ്രകാരം ഒന്നെങ്കിൽ 30 വചനം എടുത്തിട്ട് അരമണിക്കൂർ വായിക്കും ആവർത്തിച്ച്, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ രീതി അനുസരിച്ചിട്ട് വായിക്കും. എന്തിനെങ്ങനെ വായിക്കണത്? ഇതുപോലെ തക്ക സമയത്ത് അറിവ് തരാൻ വേണ്ടിയാണ്. തക്ക സമയത്ത് അറിവ്. 2 കാര്യം ഈശോ പറയും. എന്താണ്? നീ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിച്ച് ഉറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. നീ എന്താണ് പറയേണ്ടതെന്ന് തക്ക സമയത്ത് നിനക്ക് അറിവ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ലൂക്ക 12:7 തൊട്ട് 12 വരെയുള്ള തിരുവചനങ്ങളില്ലേ? തക്ക സമയത്ത് അറിവ് തരും. ഈ തക്ക സമയത്ത് അറിവ് തരാൻ നമ്മളെ സഹായിക്കണത് എന്താണ്? വചനവായനയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ ആ വചനം കിടന്നാൽ മാത്രമേ. പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്താണ്? അത് അനുസ്മരിപ്പിച്ച് തരികയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം 14:26 യോഹന്നാന്റെ സുവിശേഷം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, രോഗ ദുരിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, അങ്ങ് വചനാഭിഷേകത്താൽ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത്, പ്രബോധനം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിശ്വാസിയായി വേഗമണയൂ, അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അവിശ്വാസിയാകാതെ മകനെ, വിശ്വാസിയായി വേഗമണയൂ, അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കണം. എന്നിട്ട് നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ ഈ വചനമൊക്കെ തക്ക സമയത്ത് എനിക്ക് ഓർപ്പിച്ച് കിട്ടാനുള്ള പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനങ്ങള്, ഞാൻ വായിക്കുന്ന വചനങ്ങള് ലൂക്ക 12:12 അനുസരിച്ച് തക്ക സമയത്ത് യോഹന്നാൻ 14:26 അനുസരിച്ച് അനുസ്മരിച്ചു കിട്ടാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം തക്ക സമയത്ത് വേണ്ടതുപോലെ പരിശുദ്ധാത്മാവേ, ചേർത്ത് പാടാം. ഉന്നത ശക്തിയെ നിത്യസഹായകം ചേർത്ത് പാടാം. ഉന്നത ശക്തിയെ നിത്യസഹായകം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ആ മകളുടെ കൺഫ്യൂഷനിൽ പരിശുദ്ധാത്മാവ് എന്താണ് അനുസ്മരിപ്പിച്ച് കൊടുത്തത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. 21-ാം അധ്യായം 27-ാം തിരുവചനമാണ്. 21-ാം അധ്യായം ഈശോ ആരോട് പറഞ്ഞതാണത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈശോ ആരോട് പറഞ്ഞതാണ്? വിശുദ്ധ തോമാസ് ശ്ലീഹായോട് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് തോമാസ് ശ്ലീഹയോട് അങ്ങനെ പറയാൻ കാരണം? അതെ, അവിടുത്തെ ആണിപ്പഴുതുകൾ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം കണ്ടേ വിശ്വസിക്കൂ. അപ്പോഴേ നമ്മളെ ഉടമ്പടിയുടെ ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. എന്താണ്? കണ്ടേ വിശ്വസിക്കുമെന്ന് പറയരുത്. എന്താ പ്രശ്നം എന്നറിയാമോ? ഉടമ്പടി ഫോളോ ചെയ്യണത് തോമസ് അപ്പോസ്തലൻ്റെ ഫെയ്ത്ത് ബ്രാൻഡല്ല. തോമസ് അപ്പോസ്തലൻ്റെ ഫെയ്ത്തിന് കുഴപ്പമൊന്നുമില്ല. അത് കർത്താവ് ഇല്ലാത്തൊരു കാലം വരുമ്പോൾ ഇനി കാണാതെ വിശ്വസിക്കണം എന്ന് മനുഷ്യരാശിയെ പഠിപ്പിക്കാൻ വേണ്ടി തോമസ് അപ്പോസ്തലനെ ഈശോ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആരുടെ ഫെയ്ത്താണ്? മരിയൻ ബ്രാൻഡാണ്. ഫെയ്ത്ത് പല ബ്രാൻഡുണ്ട്. ബൈബിളിൽ പല ബ്രാൻഡഡ് ഫെയ്ത്ത് ഉണ്ട്. മരിയൻ ഉടമ്പടി ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടി ഒരു മരിയൻ പ്രെയർ അല്ല. ഉടമ്പടി ദൈവത്തോടാണ്, ഈശോയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആര് വഴി? പരിശുദ്ധ അമ്മ വഴി. അപ്പം അമ്മ അവിടെ ഉടമ്പടിയുടെ മധ്യസ്ഥയും വിറ്റ്നസ്സുമാണ്, സാക്ഷിയുമാണ്. പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യണത് ആരെയാണ്? ഫെയ്ത്ത് ബ്രാൻഡ് ആരുടെയാണ്? മരിയൻ ഫെയ്ത്താണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയണത്? മരിയൻ ഫെയ്ത്ത് എന്താണ്? മരിയൻ ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത്, അതായത് അമ്മയുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് സാധാരണ മാർത്തായുടെ ഫെയ്ത്ത്, സെൻറ്റ് തോമസിൻ്റെ ഫെയ്ത്ത്, സെൻറ്റ് പീറ്ററിൻ്റെ ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ പ്രശ്നം, ഫെയ്ത്തിന് കുറേ സ്റ്റാൻഡേർഡ് ഓഫ് ഫെയ്ത്ത് ഉണ്ട് വിശ്വാസത്തിന്. ഇപ്പോൾ നമ്മൾ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് തുടങ്ങണത് എങ്ങനെയാണ്? വെള്ളയെന്നാണ് തുടങ്ങുന്നത്. വെള്ള, റോസ്, കടൻ റോസ്, ചുവപ്പ്, പിന്നെയും ചുവപ്പ് കയറുമ്പോൾ ഡീപ്പ് റെഡ്, ബ്ലാക്ക്. അപ്പോൾ വെള്ളയെന്ന് ബ്ലാക്ക്, എല്ലാ കളറും സഞ്ചരിക്കണത് എങ്ങനെയാണ്? വെള്ളയെന്ന് പച്ചയാണെങ്കിലും പച്ച വെള്ളയും തുടങ്ങും. വെള്ള, ഇളം പച്ച, തത്തപ്പച്ച, കരിമ്പച്ച, ഒലിവ് ഗ്രീൻ, ബ്ലാക്ക് ഗ്രീൻ. അപ്പോൾ ഈ ഫെയ്ത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഓരോ ബ്രാൻഡഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കണത് ഏറ്റവും മാതൃകാപരമായ വിശ്വാസം ആരുടെയാണെന്ന് നോക്കിയിട്ടാണ് ഉടമ്പടിയിൽ അത് പ്രൊമോട്ട് ചെയ്യണത്. ഉടമ്പടി ആരുടെ ഫെയ്ത്താണ് പ്രൊമോട്ട് ചെയ്യണത്? മരിയൻ ഫെയ്ത്താണ്. മരിയൻ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അമ്മയുടെ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അപ്പം അമ്മ എന്താണ്? നീ ഗർഭം ധരിച്ചൊരു പുത്തനെ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ലേ അല്ലേ? അപ്പോൾ അമ്മ റീസണബിളായിട്ട് ചോദിക്കും, എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലുക്ക 1:34 നമ്മൾ ഇടയ്ക്ക് ധനിക്കണതാ. അപ്പോൾ അതിന് മറുപടി പറയും, എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. എന്നിട്ട് പിന്നീട്
അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിച്ച ഇടങ്ങളെ മാതൃക കാണിക്കും. ടീച്ചിങ് എയ്ഡ് കാണിക്കും. മാതൃക. ആരാണ് മാതൃക എന്ന് പറയണത്? എലിസബത്താണ് മാതൃക. അടയാളം കാണിക്കും. എന്നിട്ട് എന്ത് പറയും? നിൻ്റെ ചാർച്ചക്കാരിയല്ലേ എലിസബത്ത്, അവൾ വൃദ്ധയല്ലേ എന്ന് ചോദിക്കും. അവൾ വന്ധ്യയല്ലേ? രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. എലിസബത്തിൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് 2 ഇമ്പെഡിമെൻറ്റ്സ് വരും. എന്താണ്? ഒന്ന്, അവർ വൃദ്ധ. രണ്ടാമത്തത് വന്ധ്യ. വൃദ്ധയും വന്ധ്യയുമല്ലേ? അപ്പോൾ നടക്കാത്ത വിഷയമാണെന്നർത്ഥം. ഇപ്പോഴേ ഒരു കുഞ്ഞ് സാക്ഷ്യം, ജൂലിയ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ജൂലിയ ICCRൻ്റെ എക്സാമാണ്. അപ്പോൾ അതെന്ന് പറയണത് അവൾ പറഞ്ഞു ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, പക്ഷെ ഞാൻ എക്സാമിന് പോയപ്പോൾ കൂട്ടുകാരെന്നെ കളിയാക്കി. എന്താ കാര്യം? പ്രാർത്ഥന കൊണ്ട് വലിയ കഥയൊന്നുമില്ല, മര്യാദയ്ക്ക് പഠിച്ച ബുദ്ധി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ ചോദ്യം ഡയലോഗ് ഉണ്ടാ കൂട്ടുകാരത്തെ അവളോട് പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് ബുദ്ധി ഉണ്ടാകണം. ഈ ICCR ഒക്കെ പഠിക്കണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം, അതിനുള്ള കഴിവുണ്ടാകണം. അപ്പോഴേ അവളെന്നാ പറഞ്ഞത്? അവളുടെ കഴിവെന്താ? നമ്മളുടെയൊക്കെ കഴിവ്, വിശ്വാസയുടെ കഴിവെന്താ? കർത്താവാണ് കഴിവ്. നമുക്ക് മിനിമം ബുദ്ധി എല്ലാവർക്കും കർത്താവ് ജനിച്ചപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള വിശ്വാസയുടെ കഴിവെന്താ? അവൻ്റെ അതാണ് നോട്ട് ബൈ മെറിറ്റ്. അതായത് എഫെസ്യസ് 2:8 ഉടമ്പടിയുടെ മർമ്മമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ മെറിറ്റ് യോഗ്യതയാലല്ല, എൻ്റെ കൃപയാൽ. കൈയടിച്ച് കർത്താവ് ദൈവമേ, ഞങ്ങളുടെ യോഗ്യതയിലാണല്ലോ, ഞങ്ങളുടെ കുറവുകളിലും ബലഹീനതകളിലും കർത്താവയുടെ കൃപ ചൊരിയുന്നുണ്ടല്ലോ. അവിടുത്തെ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് ഞങ്ങളുടെ യോഗ്യതയല്ല. വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ.